ഹായ്, നമുക്ക് ദാണ്ടേ ഇതുപോലെ മത്തിക്കറി വെച്ചെടുത്താലോ, കൊച്ചുള്ളി വെച്ച്. അപ്പോൾ ഒരു 10-15 കൊച്ചുള്ളി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. പിന്നെ മത്തി നല്ല വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം. നീളത്തിനാണ് അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഒന്ന് വാടി വന്നാൽ മതിയേ. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. രണ്ട് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, 2 കഷ്ണം പുളി. ഇത് നല്ല ഒന്ന് വാടി വരുമ്പോൾ ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് അങ്ങ് വഴട്ടിയൊന്നും എടുക്കണ്ട. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 വലിയ സ്പൂണിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവ് കുറവായിട്ടോ. ഇത് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് 2 സ്പൂണാണേ. പിന്നെ ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം ഞാൻ 3 കപ്പോളം വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. തിളപ്പിച്ച വെള്ളമായിരുന്നേ, അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പുളി വെള്ളത്തിലിട്ടില്ലേ, ആ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് പുളി ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് എത്രയാണോ ഇനി വേണോ, കൂടെ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇടണം. അല്ല ഇപ്പോഴാണ് ഇടാൻ പോകുന്നതെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്തിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് അടച്ച് വെച്ച് നല്ല വെട്ടി തിളയ്ക്കണം കേട്ടോ. അതിന് സിമ്മിൽ വെച്ച് ഇതൊന്ന് അടച്ച് വെക്കാമേ. നല്ല വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മത്തിയല്ല, ഇത് ഏത് മീനായാലും ഇങ്ങനെ വെക്കാവേ. പക്ഷെ മത്തി ഇതുപോലെ വെച്ചപ്പോഴാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. മത്തി നല്ല ടേസ്റ്റായിട്ട് ചീനിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഈ മത്തിയെല്ലാം ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈവച്ച് നല്ലപോലെ ചുറ്റിച്ചിട്ട് സിമ്മിലിട്ട് തന്നെ അടച്ചു വെച്ച് നമുക്ക് മത്തി വേവിച്ചെടുക്കാമേ. അപ്പോൾ അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് നല്ല തിളയ്ക്കുമ്പോഴത്തേക്കും അതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ നോക്കിയിട്ട് തുറന്ന് വെച്ചുകൂടെ. നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോൾ ദാണ്ട് ഇതുപോലത്തെ മത്തിക്കറി റെഡിയാണേ. അപ്പോൾ ഇതുപോലൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.